അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും പടച്ചറബിനോട് ഏറ്റുപറഞ്ഞില്ലേ? അങ്ങനെ പറയാന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യും, ആദമിൻ്റെ മക്കളിൽ തെറ്റ് സംഭവിക്കുമെന്ന് ഹദീസിലുണ്ട്. തെറ്റ് ചെയ്താൽ ഇനി ഒരിക്കലും പടച്ചോൻ പുറത്തു തരൂരല്ലോ എന്ന് വിചാരിക്കുന്നതിനു പകരം മനസാന്നിധ്യത്തോടുകൂടെ പടച്ചോനെ പുറത്തുണ്ടാന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂല് പറയണു അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എത്രത്തോളം? അള്ളാൻ്റെ റസൂലിന് ഉദാഹരണം പറയുന്നുണ്ട്. ഒരാൾ തൻ്റെ ഒരു അത്യാവശ്യ വിഷയത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് നീണ്ട യാത്ര പോവുകയാണ്. യാത്ര ചെയ്ത് അദ്ദേഹം ക്ഷീണിച്ചപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി തൻ്റെ വാഹനമാകുന്ന കുതിരയെ അതല്ലെങ്കിൽ ഒട്ടകത്തെ തെളിച്ചു. ഒട്ടകത്തൊരു ഭാഗത്ത് കെട്ടിയിട്ടു. അദ്ദേഹം വിശ്രമിക്കുകയാണ്. ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് നെട്ടി ഉണർന്നു. ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ല, ക്ഷീണം കൊണ്ട് കിടന്നതാണ്. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം നെട്ടി ഉണർന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടകത്തെ തളിച്ച സ്ഥലത്ത് ഒട്ടകത്തെ കാണാനില്ല. അദ്ദേഹം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കി. അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹം ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഉദ്ദേശിച്ച വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ രേഖകളും മുഴുവനും ആ വാഹനത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഒരു നിലക്കും പല സ്ഥലത്തും അന്വേഷണം നടത്തി കാണാനില്ല. അദ്ദേഹം ക്ഷീണിതനായി. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, പഴയ കാലത്തുള്ള മരുഭൂമിയാണ്. ആരെങ്കിലുമൊക്കെ വന്നാലായി, ഒരാളും വരുന്നതും കാണുന്നില്ല. മരണം മുഖാമുഖം കണ്ട് അദ്ദേഹം മണലിൽ മലർന്ന് കിടക്കുകയാണ്, ഇസ്രായീൽ അലൈഹിസ്സലാമിനെയും കാത്ത്. അങ്ങേയറ്റത്തെ ക്ഷീണമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം കണ്ണൊക്കെ ചിമ്പിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ വാഹനത്തെ കണ്ടാൽ അദ്ദേഹം പറയുമത്രേ, പടച്ചോനെ നീ ഇപ്പോൾ അടിമയും ഞാൻ റബ്ബുമാണെന്ന്. അത്രയും സന്തോഷം ഉണ്ടാകും. ഇതിനേക്കാൾ സന്തോഷം അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, തെറ്റ് ചെയ്ത് അടിമ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ 20-ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ശുഹദാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും നൽകപ്പെടുന്നത് പോലത്തെ കൂലി അള്ളാഹു അവന് നൽകും. അള്ളാഹു അത്തരം ഇബാദത്തിൽ നമ്മുടെ ഇബാദത്ത് പെടുത്തി സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.